ആരാ? ഞാനാ. ദേ കൃഷ്ണൻകുട്ടി ചേട്ടൻ വന്നു. എടാ കുത്തങ്ങട്ടാനെ, നീ എവിടെ പോയി കിടക്കുവായിരുന്നു ഈ പാതിരാവരെ? എടാ ഇന്ന് കൂട്ടിക്കൊണ്ട് വന്ന പെണ്ണാന്ന് വിചാരം ഉണ്ടോടാ നിനക്ക്? തള്ള പോവാൻ നോക്ക്. ഞാൻ പോയേക്കാം, എന്നാലും ഇതൊന്നും കൊള്ളത്തില്ലടാ. ഉം. എന്റെ മോനേറ്റായിരുന്നെങ്കിൽ ഞാൻ അരിഞ്ഞ് ഉപ്പിലിട്ടായിരിക്കും. തള്ള പോ. ഞാൻ പോട്ട് മോളെ. അവന് ചോറോ കറിയോ വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്ക്. കഥ അടച്ചേര്. എനിക്ക് ചോറ് വേണ്ട. നീ ഉണ്ടില്ലേ? ഒന്ന് പറഞ്ഞേക്കാം, ഞാൻ വന്നിട്ട് ഉണ്ണാൻ കാത്തിരിക്കണമെന്നില്ല. നിനക്ക് വിശക്കുമ്പോ ഉണ്ണാം, ഉറക്കം വരുമ്പോ ഉറങ്ങാം. ഞാൻ കുടിക്കും, ഇന്നൽപ്പം കൂടുതൽ കുടിച്ചു. കാരണം നിനക്കറിയാമല്ലോ. നീ എന്തിനാ കരയുന്ന? കരയാൻ തക്കവണ്ണം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ കുടിച്ചാലും ഇല്ലെങ്കിലും ഒരുപോലെ കാര്യം പറയും. പക്ഷെ നിലതെറ്റുമെങ്കിൽ അതിനൊക്കെ കാരണം ഉണ്ടാവും. നീ പോയി ഊണ് വെച്ചിട്ടാ കിടക്കാം. എനിക്ക് വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല. കൃഷ്ണൻകുട്ടിയുടെ വീട്ടിൽ വന്നിട്ട് ആരും പട്ടിണി കിടക്കാൻ പാടില്ല. ചെല്ലേ. കഴിച്ചോ? കഴിച്ചു. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നു മുതൽ ഈ മുറി നിനക്കുള്ളതാണ്. ഞാൻ എവിടെ കിടക്കും, എനിക്കത് പ്രശ്നമല്ല. പിന്നെ ഈ വീട്ടിനകത്തുള്ള നമ്മുടെ ജീവിതം എന്നുവെച്ചാ സംഭവിക്കാവുന്ന എന്തും. ചുറ്റും മുള്ളുവേലി കൊണ്ട് പൊതിഞ്ഞ ഈ വീട് മാത്രമേ അറിയാവൂ. എന്താ മനസ്സിലായോ? ഞാനിങ്ങനെ കണ്ടീഷനും കരാറും പറയുന്നതായിട്ട് നീ പേടിച്ചു കഴിയണമെന്നൊന്നുമില്ല. നിന്റെ ഏത് ആവശ്യവും എന്നോട് ധൈര്യമായിട്ട് പറയാം. പറ്റുമെങ്കിൽ അത് സാധിച്ചു തരും. ഒരു കാര്യം ഒഴിച്ച്. നേരെ ഒരുപാടായി. നീ കിടന്നോ. ആസത്ത് ആകെ 2 കുപ്പി പാല കിട്ടിയത്. ഇങ്ങനെ പിടിച്ച പിഴിയാതടി. അത് നമ്മളെ പോലെ ഒരു മൃഗമല്ലേ. പാല് കിട്ടുന്നില്ലല്ലോ. കറവ് പറ്റാറായെന്നോ തോന്നുന്നേ. എനിക്ക് വയ്യ, ഇതെങ്ങും കൊടുക്കാൻ തികയില്ല. അതൊക്കെ തികച്ചേരാ. കൊണ്ടുപോവാ. നീ പോയിട്ട് ഒരുപാട് വെള്ളം എടുത്തുണ്ടോ? വേഗം വരണം. കുളത്തിൽ വെള്ളം ഉള്ളപ്പോഴാണ് പാല് തികയില്ലെന്ന് പറയുന്നത്. അവിടെ വയ്ക്ക. കുറച്ചുകൂടെ ഒഴിക്കൽ വേണ്ട. എല്ലാ സ്ഥലത്തും കൊടുത്ത് ഒപ്പിക്കണ്ടേ? കാലത്ത് എങ്ങോട്ടാ? ഓടി കാന്താരി. രാജൻ ചേച്ചി എഴുന്നേറ്റോ? അല്ലാതെ നിന്നെ പോലെ അവള് വെളുപ്പിന് എഴുന്നേക്കും. അത് കല്യാണത്തിന് മുൻപായിരിക്കും. പുതുതായിട്ട് കല്യാണം കഴിച്ചാലേ കൃഷ്ണൻകുട്ടി. ആരോഗ്യമൊക്കെ ഒന്ന് നോക്കണ്ടേ? പാല് വേണ്ടേ? എനിക്ക് ഈ വെള്ളം ചേർത്ത പാല് വേണ്ട. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. അച്ഛനാണ് അയ്യപ്പ സ്വാമിയാണ്. ഒരു തുള്ളി വെള്ളം ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. അത് നേരാ. അച്ഛൻ വെള്ളത്തിലാ പാല് ചേർക്കുന്നത്. ഒരു തൊഴിയാ പറ്റുന്ന നിന്റെ വാസത്തെ. ഏതായാലും അരക്കുപ്പി വീട്ടിൽ കൊടുത്തേക്ക്. അരക്കുപ്പി
പാലല്ലേ? എടാ ഒന്ന് വേഗം തല്ലിപ്പൊട്ടിച്ചെടുക്കട, കാശ് വരുന്നല്ലേന്ന്. ഒന്ന് വേഗം. അയ്യോ, അതേ നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടൻ വരുന്നത്. 2 ദിവസം കൊണ്ട് എന്റെ ചേട്ടൻ ഒരു പരുവത്തിലായി പോയോ. ഇതെല്ലാം കാണുമ്പോഴായിരിക്കും പെണ്ണ് കെട്ടാനൊരു പേടി. പിന്നെ അതിന്റെ സുഖം ആലോചിക്കുമ്പോഴാ ഒരു അല്ലേ മതി, നിർത്തടാ. നല്ല കിളി പോലത്തെ പെണ്ണല്ലേ. ഇതിനു വേണ്ടി അല്ലേ ചാരായായിക്കൊണ്ടിരുന്നത്. കള്ളും ചാരായം മേടിച്ചു കൊടുത്താൽ പോലും ഇത്ര നല്ലൊരു പെണ്ണിനെ കിട്ടൂല. ആ മുഖവും അടക്കവും ഒതുക്കവും സാക്ഷാൽ മഹാലക്ഷ്മി. ഇനി ആരെയെല്ലാം ചതിക്കാവുന്ന ആലോചിക്കായിരിക്കും. ഈ കൃഷ്ണൻകുട്ടിയെ ചതിക്കാൻ ഇന്നൊരുത്തന്നെ മുതിർന്നിട്ടില്ല. അതിനിട്ട് ഒരുങ്ങിയ വിടത്തുമില്ല. കല്യാണത്തിന്റെ പേര് പറഞ്ഞ് താൻ എന്നെ ചതിച്ചു. അതിന് തനിക്കൊന്നും പറയാനല്ലേ? താനെന്തൊന്നും മിണ്ടാത്ത എന്തെങ്കിലും പറയണം. വേണ്ട. എന്തു പറ്റി? ഞാനിവിടെ വന്നിട്ട് ഒരു നേരം പോലും കൃഷ്ണൻകുട്ടിയേട്ടനൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ നിന്ന് തന്നെ കഴിക്കണമെന്ന് എനിക്ക് വലിയ വാശിയൊന്നുമില്ല. എന്നോടുള്ള വെറുപ്പാണെങ്കിൽ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ തെറ്റ് ചെയ്തവളാണ്. തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. ഞാൻ കാരണം ചേട്ടന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൂടാ. അന്യന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന ഒരു സ്ത്രീയെ ഭാര്യയെ കരുതുവാൻ ഈ ലോകത്ത് ഒരു പുരുഷനും കഴിയില്ല. ഞാൻ മടങ്ങിപ്പോയിക്കൊള്ളാം. നിന്നെ ഞാൻ കൊണ്ടുവന്നത് തിരിച്ചയക്കാൻ വേണ്ടിയല്ല. നീ ഇപ്പൊ എന്റെ ഭാര്യയാണ്. നീ എന്ത് ചെയ്യണം തീരുമാനിക്കേണ്ടത് ഞാനാണ്. നേരെ ഒത്തിരി നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. വാ, പശു കയർ പൊട്ടിച്ച് ഓടിയതല്ലേ? കറവറ്റിയെന്നാ തോന്നുന്നേ. പിന്നെ ചവിട്ടിക്കേണ്ട സമയം കഴിഞ്ഞിട്ടാ. മനുഷ്യനായാലും മൃഗമായാലും ചെയ്യേണ്ട സമയത്ത് അവയ്ക്കങ്ങ് ചെയ്യണം. ഇല്ലെങ്കിൽ വെള്ളം ഉണ്ടാക്കും, ചവിട്ടും തൊഴിയും ഒക്കെ ഉണ്ടാവും. എന്നാ കയറ് പിടിക്കും. എന്താ മോളെ? എന്താ പറ്റി? ഒന്നുമില്ല. എന്താടാ ആ പെണ്ണ് പേടിച്ചോടിയത്? നീ വല്ലയിടത്തും കയറി പിടിച്ചോ? പിന്നെ ഈ പട്ടാ പകലല്ലേ? നിനക്ക് പകലൊന്നോ രാത്രിയൊന്നും ഉണ്ടോ? കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളാരെ കണ്ടാ നിനക്കൊരു ചൊറിച്ചില്ല. തള്ളേ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. നീ മടയിലോട്ടാണോ? അതെ. എന്താ വരുന്നു? എനിക്ക് തന്നെ പേടിയൊന്നുമില്ല. അയ്യോടാ, ലോറി കയറാനുള്ള ഒരു പൂതി കണ്ടില്ലേ ഈ വയസ്സുകാലത്ത്? ആയ കാലത്ത് ഇവരെത്ര ലോറി കേറാനും വയ്യ. നോക്കി കയറല്ലേ, വിറച്ച് വീഴല്ലേ. വിട്ടോടാ, വിടടാ. നിങ്ങൾ ഇങ്ങോട്ട് രാജമ്മ പിടിക്കാൻ.
അകത്തോട്ട് വാ. വിഷമിക്കാം. അതല്ലേ കരയാതെ സമാധാനമായിട്ട് എടാ കൃഷ്ണൻകുട്ടി, കല്യാണം കഴിഞ്ഞിട്ട് മാസം 8 ആയുള്ളൂ. ഇത്രയും വേഗം എങ്ങനെ ഒപ്പിച്ചെടുത്തടാ? പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ് നീ അവളുമായി വല്ല കൊള്ളും കൊടുത്തും ഒപ്പിച്ച് കാണും. ആ, അത് നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാവുന്നത്? കൃഷ്ണൻകുട്ടി, 8ാം മാസത്തിൽ പെറ്റതുകൊണ്ട് നാട്ടുകാര് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നീ അതൊന്നും കാര്യമാക്കണ്ട. നീ വേഗം വീട്ടിലേക്ക് ചെല്ലേ. ഈ സമയത്ത് നിന്നെ കണ്ടില്ലെങ്കിൽ അവൾക്ക് മനപ്രയാസം ഉണ്ടാവും. മാസം തികയാത്ത കുഞ്ഞിനൊട്ടും തണുപ്പേക്കരുത്. നിന്റെ നെഞ്ചിലെ ചൂട് പകർന്ന് നീ അവളെ സൂക്ഷിച്ചു വളർത്തണം. മീനാക്ഷി, ഒരു കാര്യം പറഞ്ഞു. കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ 8ാം മാസം പെറ്റ്. എന്താടാ 8ാം മാസത്തിൽ പെറ്റ ഇങ്ങോട്ട് പോരൂല്ലേ? നിന്റെ തള്ള നിന്നെ എത്രാം മാസത്തിലെ പറ്റുമെന്ന് നിനക്ക് അറിയാമോ? ഒരു കണക്കെടുക്കാൻ വന്നിരിക്കുന്നു. ഞാനിപ്പോ വന്നത് അത് പറയാനല്ല. പിന്നെ ഞാൻ വന്നത് അതിനാണെങ്കിലേ സമയം കളയണ്ട. കാശ് തന്ന് നേരത്തെ നിർത്തിയിട്ട് വേഗം പോയിക്കോ. വാ. നീ ഇതുവരെ എവിടെ ആയിരുന്നടാ? എന്തെങ്കിലും ആവശ്യം വരുമ്പം ഞാൻ ഇവിടെ കാവലിരിക്കാൻ വന്നിട്ടാ നിനക്ക് ഈ തരം. പെൺകുഞ്ഞ നിന്നെ പോലെ തന്നെ ഈ കണ്ണും മൂക്കും ചെവിയും നിന്നെ വാർത്തു വെച്ചിരിക്കുക. മോളെ, ഞാനിപ്പോ വരാം. അകത്തോട്ടിയല്ല. അല്ല, കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലേക്കാണ്? അതെ. കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ മാസം തികയാതെ പ്രസവിച്ചെന്ന് കേട്ടല്ലോ. ആഹാരം പോകുന്ന ഒരു പോക്കേ. മോളെ, മോള് പ്രസവിച്ച വിവരം അക്കരെ തെങ്ങ് കയറാൻ വന്ന വേലായുധം കണക്കം പറഞ്ഞാ അറിഞ്ഞത്. നിനക്കൊരാളെ പറഞ്ഞു വിടാമായിരുന്നില്ലേ? ആട്ടെ, കുഞ്ഞെവിടെ? അച്ഛാ, എന്താ മോളെ? അച്ഛൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. മോളെ, എന്റെ മോളുടെ കുഞ്ഞിനെ കാണാൻ എനിക്ക് വരാൻ പാടില്ലേ? കൃഷ്ണൻകുട്ടി ചേട്ടന്റെ വീട്ടിൽ ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ കാണാൻ വരാൻ അച്ഛൻ എങ്ങനെ ധൈര്യം വന്നു? മോളെ, ആ മനുഷ്യൻ വലിയവനായതുകൊണ്ടാണ് എന്നെ വെട്ടിനുറുക്കി ആറ്റിലൊഴുക്കാതിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് മോളെ. വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷേ ഒരച്ഛന്റെ മനസ്സ് സമ്മതിക്കണ്ടേ?
ഞാൻ ഒരു നോക്ക് കണ്ടിട്ട് വേഗം പോയിക്കോളാം. മോനെ, അച്ഛാ, അച്ഛാ, എനിക്ക് അച്ഛനോടൊരു അപേക്ഷയുണ്ട്. ഇനി മേലിൽ എന്നെയും കുഞ്ഞിനെയും കാണാൻ അച്ഛൻ ഇവിടെ വരരുത്. മോനെ കൃഷ്ണൻകുട്ടി, നിന്നോട് പറഞ്ഞിട്ടില്ലേ നിന്റെ ആൾക്കാർ ആരും ഇവിടെ വരുന്ന എന്നിട്ട് വിളിച്ചു വെച്ച് സൽക്കരിക്കണോ? മോനെ, അവളെ തല്ലണ്ട. അവള് വിളിച്ചു വരുത്തിയതല്ല, ഞാനായിട്ട് വലിഞ്ഞു കയറി വന്നതാണ്. ഞാൻ പോയിക്കോളാം. എന്നാ പോ. എന്താണ് ഇത്? അച്ഛൻ അവിടേക്ക് ഒരു വില കൂടിയ വെഴുപ്പ് വേണം. ഞാൻ അറിയാൻ എന്നെ ഏൽപ്പിച്ചല്ലേ. ഇനി ഇതും കൂടെ ഇവിടെ വെച്ചിട്ട് വേണ്ട.